പിണറായി സർക്കാരിന് താഴെയിറക്കുന്നതിൽ പ്രധാന കാരണമായ ഒരു സംഭവം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതിന്റെ പേരിൽ പിണറായി സർക്കാർ താഴെ ഇറങ്ങി ഇത്രയും കാലമായിട്ട് ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും പിണറായിയെയും അല്ലെങ്കിൽ LDFനെയും CPM ഒക്കെ ഈ അയ്യപ്പൻ വിടാതെ പിന്തുടരുകയാണെന്നാണ് തോന്നുന്നത്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിണറായി സർക്കാർ നിയമിച്ച 3ാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ പുതിയ വാർത്തകൾ പ്രകാരം അതുകൂടാതെ മുൻ അംഗമായിരുന്ന അജികുമാറും അറസ്റ്റിലായിട്ടുണ്ട്. അത് CPIയുടെ നേതാവാണ്. അപ്പോൾ CPIയും വെട്ടിലായി എന്ന് തന്നെ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ പങ്കില്ല എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു പിണറായി വിജയൻ അന്ന് നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇത് നോക്കുക, ഈ 3 പ്രസിഡന്റുമാർ അറസ്റ്റിലായിരിക്കുന്ന ഒരു സംഭവത്തോടുകൂടി പിണറായിയുടെ വാദം, അന്നത്തെ വാദം ശരിക്കും പൊളിയുകയല്ലേ ചെയ്യുന്നത്? അല്ല, അന്നത്തെ പല വാദങ്ങളും മാറ്റി പറയേണ്ട സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത 2025 സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വാസവനും ഇതിൽ പങ്കുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ആദ്യം മുതൽ കടകംപള്ളിയുടെ കാലത്തായിരുന്നു സ്വർണ്ണക്കൊള്ള നടന്നത്. അതുകൊണ്ട് കടകംപള്ളി എല്ലാവരും, അല്ലെങ്കിൽ കടകംപള്ളി ആയിരുന്നു എല്ലാവരുടെ കണ്ണിലും ആ ഉന്നതൻ ദൈവതുല്യൻ. അപ്പൊ ദൈവതുല്യനല്ല, ദൈവതുല്യറാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി വാസവൻ ഇതിന്റെ അകത്ത് പങ്കുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യം ആരോപണങ്ങൾ വരുമ്പോൾ, അന്ന് ആരോപണമായിരുന്നു, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ പ്രശാന്ത് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല, ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രശാന്തിന് അന്ന് തന്നെ അറിയാമായിരുന്നു ഇതെല്ലാം തനിക്ക് നേരെ തിരിയുമെന്നുള്ളത്. SIT, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് SIT PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നീട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ഞാൻ വിളിപ്പിച്ചിട്ടില്ല. എന്നാൽ PS പ്രശാന്തിനെ ഒന്നിലധികം തവണ ചോദ്യം ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായത്, അല്ലെങ്കിൽ LDFന്റെ പരാജയത്തിന് കാരണമായത് ശബരിമലയാണ്. ഇപ്പോൾ സർക്കാർ മാറിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ സാധാരണക്കാരായ ജനങ്ങളും വിശ്വാസി സമൂഹവും വിശ്വസിക്കുന്നത് പുതിയ സർക്കാർ വന്നാൽ ശബരിമലയിലെ സ്വർണം കട്ട ആളുകളെ ആരൊക്കെയാണോ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊക്കെ അനുയോജ്യം, അല്ലെങ്കിൽ അതിന് വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നീക്കമാണ് ഇപ്പൊ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. പിന്നെ അടുത്ത ദിവസമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ LDFൽ അല്ലെങ്കിൽ CPMൽ പോലും EP ജയരാജനടക്കം ആ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയൻ പറയുന്നില്ല, MV ഗോവിന്ദൻ പറയുന്നില്ല, കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നില്ല, വാസവൻ പറയുന്നില്ല, ഇവരാരും പറയുന്നില്ല. അപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും SIT കേസുമായി മുന്നോട്ട് പോകുമ്പോൾ CPMനും LDFനും CPIക്കും ഒന്നും ഇതത്ര എളുപ്പത്തിൽ ഊരിപ്പോകാൻ പറ്റുന്ന ഒരു കേസല്ല. കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ചോദ്യം ചെയ്ത്, അല്ലെങ്കിൽ ദുഃഖത്തിൽ ആഴ്ത്തിയ രീതിയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പോയത്. അപ്പോൾ PS പ്രശാന്തിന് പറയാൻ പോകുന്ന പേരുകൾ ആരുടേതാണ്? എന്തുകൊണ്ട് ഇനി PS പ്രശാന്തിനെ ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സംസാരിക്കുമ്പോൾ 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ CPMന് വാതുറക്കാനാകൂ. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ അത് ആരുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടുമെന്നറിയില്ല. പത്മകുമാറിനെ ചേർത്ത് പിടിച്ചതാണ് പരാജയത്തിന് ഒരു കാരണമെന്ന് പറയുന്നു. ആദ്യം മുതൽ അവസാനം വരെ പത്മകുമാറിനെ ചേർത്ത് പിടിക്കേണ്ട ഒരു അല്ലെങ്കിൽ ചേർത്ത് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം പത്മകുമാർ പറയാൻ പോകുന്ന പേരാരുടേതാണ്, ദൈവതുല്യർ ആരാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഒന്നടങ്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത് കടകംപള്ളി സുരേന്ദ്രന് മാത്രമേ ഇതിൽ പങ്കുള്ളൂ എന്നാണ്. 2025 നടന്നിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രൻ അപ്പൊ മന്ത്രിയല്ല. അങ്ങനെയാണെങ്കിൽ വാസവനിലേക്ക് ഇത് പോകുമോ? ഇനി ഇതിനെല്ലാത്തിനും പിന്നിൽ പിണറായി വിജയന് പങ്കുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. PS പ്രശാന്ത് കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്ന കേസ്. ഇതിൽ വ്യക്തമായ റിപ്പോർട്ടാണ് പിന്നെ കോടതി SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് 2019 കേസിൽ സ്വർണ്ണപ്പാളികൾ മാറ്റിയെടുത്തത് ദ്വാരപാലക ശില്പത്തിലാണെങ്കിൽ, പക്ഷേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 2019 പറഞ്ഞത് ദ്വാരപാലിക ശില്പത്തിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നാണ് സ്വർണം മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പുതുതായിട്ട് 2025 ദ്വാരപാലക ശില്പമല്ല, താങ്ങ് പീഠപാളികളിൽ നിന്നും പിന്നെ സ്വർണം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനിയും കുറെ സംഭവങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നതല്ലേ? അല്ല, തീർച്ചയായും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരാനുള്ളത്. ഇനി എന്തായാലും PS പ്രശാന്തിൽ കേസ് ഒതുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉന്നതൻ ഒരിക്കലും PS പ്രശാന്ത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന് പോകുന്ന ഉന്നതന്മാർ ആരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ഉന്നതന്റെ പേരുകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്? PS പ്രശാന്ത് കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാര്യം ഈ കേസിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് PS പ്രശാന്തിന്റെ മൊഴിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു ഉന്നതനിലേക്ക് എത്തില്ല, എന്നാലും സമയമെടുക്കും. 2019 ശബരിമലയിൽ
നിന്ന് സ്വർണം കട്ടിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞു വന്ന ദേവസ്വം വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. PS പ്രശാന്ത് ഒരു തെറ്റും ചെയ്യാത്ത ആളല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 2019 ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടിട്ടുണ്ടെന്ന് PS പ്രശാന്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ അതിൽ തന്നെ ഒരു കാര്യം പറയുന്നത്, ഈ സ്വർണ്ണപ്പാളി ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വ്യാജരേഖ ചമച്ചത് ഈ PS പ്രശാന്തിന്റെ അറിവോട് കൂടിയാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അല്ല, 2019 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ പുറത്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്ന് പ്രശാന്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് 2025 സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം കക്കാൻ അല്ലെങ്കിൽ സ്വർണത്തിൽ കൊള്ള നടത്താൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാളാണ് എങ്കിൽ 2019 ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ 2025 അത് ഒരിക്കലും നടക്കില്ല. അപ്പൊ PS പ്രശാന്തിന് എല്ലാം അറിയാമായിരുന്നു. ഇനി മറുവശത്ത് ഒരു ചോദ്യമുള്ളത്, ഇവർക്ക് അറിയാമായിരുന്നു എന്നെങ്കിലും ഒരു നാൾ ഇത് പിടിക്കപ്പെടുമെന്നുള്ളത്. കാര്യം ഒരിക്കലും പിടിക്കപ്പെടാതെ ഇത് മുന്നോട്ട് പോകില്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ഈ വിഷയത്തിൽ ഇനി പറയാനും പറ്റില്ല. PS പ്രശാന്ത് തന്റെ തടിയൂരാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് CPM ഒരു നേതാക്കളും അത് ഏറ്റുപിടിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CPM നേതാക്കൾ പറയാത്തത്? എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ്. ബേബി ഉൾപ്പെടെയുള്ള VN വാസവൻ ഉൾപ്പെടെ EP ജയരാജൻ ഉൾപ്പെടെ എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ് ഇതിനെ കുറിച്ച്. അല്ല, അതിന്റെ അകത്ത് കുറച്ചെങ്കിലും നിലപാട് പറഞ്ഞത് ജയരാജനാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ PS പ്രശാന്തിന് പങ്കുണ്ട്. PS പ്രശാന്ത് ദേവസ്വം വകുപ്പ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. UDF അംഗമായിരുന്ന PS പ്രശാന്ത് മറുപക്ഷത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പോസ്റ്റ് പ്രശാന്തിന് കിട്ടിയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിന്മേലാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കള്ളങ്ങളൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. MA ബേബി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കട്ടെ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്നത് തന്നെയല്ലേ. കാരണം ശാന്തിന്റെ ഒരു കാര്യത്തെ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനിയും പണി വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു സൂചന കേട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ CPM-നാണ് ഇരിക്കപ്പുറതി ഇല്ലാത്തത്. കാര്യം ഓരോരുത്തരുടെ പേര് വരുമ്പോഴും, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോഴും, രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി 2 വീലറിൽ കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നതും ഇതൊക്കെ സംശയത്തിന്റെ നിഴലിലാണ്. പത്മകുമാറിനെ ചേർത്ത് പിടിക്കുന്നത്, പത്മകുമാറിനെ ഒരു സ്ഥലത്തും തള്ളി പറയാത്തത്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലടക്കം പത്മകുമാറിനെ പുറത്താക്കണമെന്ന് പറയുമ്പോഴും പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, പുറത്താക്കുന്നില്ല. ഇനി CPM എടുക്കാൻ പോകുന്ന പ്രശാന്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നത്? പ്രശാന്തിനെ പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് പറയാം CPM-ന്റെ വലിയ ഉയർന്ന നേതാക്കൾക്കൊന്നും പങ്കില്ല. ഉന്നതൻ എന്ന് പറയുന്നത് പ്രശാന്താണ്. പക്ഷെ പ്രശാന്തിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM ഇത്രയും വലിയൊരു അറ്റകൈ കളി നടത്തും. തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മനസ്സിലായി ശബരിമല തിരിഞ്ഞു കൊത്തിയിട്ടുണ്ടെന്ന്. അന്ന് പോലും പത്മകുമാറിനെ തള്ളി പറഞ്ഞില്ല. PS പ്രശാന്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പത്മകുമാറിനെ ഈ പാർട്ടി CPM നിലനിർത്തുമോ? അത്രത്തോളം സ്നേഹം പ്രശാന്തിനോട് ഇവർക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നിലനിർത്തുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് വേറെ ആൾക്കാർക്കും പങ്കുണ്ട്, ഏതെങ്കിലും ഉന്നതൻ. അല്ല, ഇനിയിപ്പോ പ്രശാന്തിനെ തള്ളി പറയുകയാണെന്നിരിക്കട്ടെ, ഇപ്പൊ MV ഗോവിന്ദൻ വന്നിട്ട് പറയുകയാണ് പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ശബരിമല കാര്യം ഒരു പ്രസ്താവനയിൽ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പത്മകുമാർ പറഞ്ഞപ്പോ അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിലെ പ്രതിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതിന്റെ 2 ദിവസം കഴിയുമ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഈ വിഷയത്തിൽ പ്രശാന്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് MV ഗോവിന്ദൻ എടുക്കുന്നതെന്ന് അറിയട്ടെ. പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രശാന്തിന് പിന്നിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി പ്രശാന്തിനെ പുറത്താക്കാതെ സംരക്ഷിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ നേർക്കും, കടകംപള്ളി സുരേന്ദ്രന്റെ നേർക്കും, വാസവന്റെ നേർക്കും ഒക്കെ കണ്ണുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ SIT-യുടെ വലയിൽ തന്നെ ആയിരിക്കും ഇവർ 3 പേരും ഉണ്ടാകാൻ പോകുന്നത്. പിണറായി വിജയൻ അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ ഇതൊക്കെ നടക്കുമോ? കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ഒരു രീതി, പിന്നീട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. വാസവൻ പറഞ്ഞത് ഒരു ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എന്തൊരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ മന്ത്രി എങ്ങനെ നോക്കും ഇതൊക്കെ എന്നുള്ള ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ന്യായീകരണങ്ങളാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പൊ ഇനി ഈ വിഷയത്തിൽ എന്തായിരിക്കും പറയുക? ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായി പ്രതികരിക്കേണ്ട ഒരാൾ വാസവനാണ്. വാസവന്റെ സമയത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് PS പ്രശാന്ത്. അപ്പൊ PS പ്രശാന്തിനെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം ഇതിന്റെ പിന്നിൽ ഉന്നതൻ ഉണ്ട് എന്നുള്ള കാര്യം. ആ ഉന്നതന്റെ പേര് PS പ്രശാന്ത് പറയുമോ ഇല്ലെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.